ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കേസാണ് പറഞ്ഞത്. സെനർ ഡയോഡിൻ്റെ കേസിൽ ഫിക്സഡ് വി ഐ, ഫിക്സഡ് ആർ എൽ. ആർ എല്ലിൻ്റെ വാല്യൂ ഫിക്സഡ് ആണ്, വി ഐയുടെ വാല്യൂ ഫിക്സഡ് ആണ്. നൗ മറ്റൊരു കണ്ടീഷൻ നോക്കാം. അതായത് ഫിക്സഡ് വി ഐ, വാരിയബിൾ ആർ എൽ. ആർ എല്ലിൻ്റെ വാല്യൂ ഇങ്ങനെ വാരി ചെയ്യും, ഇൻപുട്ട് വോൾട്ടേജ് ഫിക്സഡ് ആണ്. സോ ഒരു ടിപ്പിക്കൽ സെനർ ഡയോഡിൻ്റെ സർക്യൂട്ട് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു കറണ്ട് ഉണ്ടാവും, അതിനെ എനിക്ക് ഐ ആർ എന്ന് പറയാം, ഇങ്ങോട്ടുള്ളത് ഐ സെറ്റ്, ഇതിനെ എനിക്ക് ഐ എൽ എന്നും പറയാം. സോ ഫിക്സഡ് വി ഐ, വാരിയബിൾ ആർ. അപ്പോൾ അതിന് നോക്കാനുള്ള ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഈ ആർ എല്ലിൻ്റെ വാല്യൂ ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ആർ എല്ലിൻ്റെ വളരെ ചെറിയ വാല്യൂയിലേക്ക് പോകാൻ പാടില്ല, അതുപോലെ വളരെ ഹൈ ആയിട്ടുള്ള വാല്യൂയിലേക്കും പോകാൻ പാടില്ല. വളരെ ഹൈ ആയിട്ടുള്ള വാല്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ള കറണ്ട് മുഴുവൻ സെനർ ഡയോഡ് കൂടെ പോകും, അത് സെനർ ഡയോഡിനെ ബേൺ ചെയ്യാൻ പറ്റും. അതുപോലെ വളരെ ലോ ആയിട്ടുള്ള വാല്യൂ ആണ്, വളരെ ലോ ആയിട്ടുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഉള്ള കറണ്ട് മുഴുവൻ ലോഡ് റെസിസ്റ്ററിൽ കൂടെ പോകും. അപ്പോൾ സെനർ ഡയോഡിൻ്റെ അവിടേക്കുള്ള വോൾട്ടേജ് കുറവായിരിക്കും. സോ സെനർ ഡയോഡ് അത് ഓൺ ആവുകയുമില്ല. സോ ദർ ഇസ് എ റേഞ്ച് ഓഫ് റെസിസ്റ്റർ വാല്യൂസ് that will ensure that the Zener diode is in the on state. So you have a range of resistor values. Okay, resistor values which keeps the Zener is in the on state. അപ്പോൾ അതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ ടു സ്മോൾ ലോഡ് റെസിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ലോഡ് റെസിസ്റ്ററിൻ്റെ വാല്യൂ വളരെ ചെറുതായി കഴിഞ്ഞാൽ എന്തുണ്ടാവുക, വളരെ ചെറുതായി കഴിഞ്ഞാൽ എന്തുണ്ടാവും, കറണ്ട് മുഴുവൻ അങ്ങനെ ഇത് കൂടെ പോവുക. അപ്പോൾ ഇവിടെ വേണ്ടത്ര വോൾട്ടേജ് കിട്ടില്ല, സെനർ ഡയോഡ് ഓഫ് ആവും. വളരെ ഹൈ ആയി കഴിഞ്ഞാലോ കറണ്ട് എല്ലാം ഇത് കൂടെ പോകും, സെനർ ഡയോഡ് ബേൺ ഔട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം, യു നീഡ് ടു ഗെറ്റ് ദ ഒപ്റ്റിമം വാല്യൂ, ഒരു റേഞ്ച് ഓഫ് വാല്യൂ കിട്ടണം. അപ്പോൾ അതിന് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരത്തെ കേസിൽ, സോ യു ജസ്റ്റ് നീഡ് ഓരോ വാല്യൂസ് നോക്കുക. സോ ആർ എല്ലിൻ്റെ വാല്യൂ നമുക്ക് ഒരു മിനിമം വാല്യൂ വേണം. എന്ത്? സോ യു നീഡ് ടു ഹാവ് ദ ആർ എൽ ടു ഹാവ് എ മിനിമം വാല്യൂ സച്ച് ദാറ്റ് വി എൽ ഈസ് ഈക്വൽ ടു വി സെറ്റ്. ഓക്കെ, വി എൽ ഈക്വൽ ടു വി സെറ്റ് ആവാനുള്ളൊരു മിനിമം വാല്യൂ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. ഓക്കെ, സോ ആ കണ്ടീഷൻ നോക്കാം. സോ ഇൻ ഓർഡർ for the value of RL, so the value of RL that will result in a voltage VL equal to V set ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, RL into VI divided by RL plus R. നമ്മൾ നേരത്തെ കണ്ട അതേ വാല്യൂസ് തന്നെ, ആർ എൽ ഇൻറ്റു വി ഐ ഡിവൈഡ് ബൈ ആർ എൽ പ്ലസ് ആർ. ഇനി ഇത് നമുക്കിവിടെ വി സെറ്റിൻ്റെ വി ഐയുടെയും ടേംസിൽ നമുക്കിതൊന്ന് സോൾവ് ചെയ്യണം. ബിക്കോസ് ഐ ജസ്റ്റ് വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ആർ എൽ. ഈ വി എൽ ഈക്വൽ ടു വി സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ വാരലിൻ്റെ വാല്യൂ കാണാം. സോ സോൾവിങ് ഫോർ ആർ എൽ, നിങ്ങൾക്ക് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആർ എല്ലിൻ്റെ ടൈം ഒന്നിച്ചിട്ട് എഴുതിയാൽ മതി. ആർ എൽ മിനിമം വിൽ ബി ഈക്വൽ ടു ആർ ഇൻറ്റു വി സെറ്റ് ഡിവൈഡഡ് ബൈ വി ഐ മൈനസ് വി സെറ്റ്. ഓക്കെ, സോ എനി ലോഡ് റെസിസ്റ്റർ വാല്യൂ ഗ്രേറ്റർ ദാൻ ആർ എൽ വിൽ എൻഷുർ ദാറ്റ് ദ സെനർ ഡയോഡ് വിൽ ബി ഇൻ ദ ഓൺ സ്റ്റേറ്റ്. സോ ഈ ആർ എല്ലിൻ്റെ വാല്യൂ ഈ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കണം. ഇതിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ദ സെനർ ഡയോഡ് വിൽ ബി ഇൻ ദ ഓൺ സ്റ്റേറ്റ്. അപ്പോൾ എന്തായി, ഇവിടെ കാണുന്ന ഈ സെനർ ഡയോഡിന് പകരം അതിൻ്റെ ഒരു വോൾട്ടേജ് ഇക്വലൻസ് സർക്യൂട്ട് വെച്ചിട്ട് നമുക്കതിനെ റീപ്ലേസ് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ സെനർ ഡയോഡിന് പകരം നമുക്കതിനെ വോൾട്ടേജ് ഇക്വലൻസ് സർക്യൂട്ട് വെച്ചിട്ട് നമുക്കതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ യു ഹാവ് ദ വാല്യൂ ഓഫ് ആർ എൽ മിനിമം. അപ്പോൾ നമുക്കറിയാം ഔട്ട്പുട്ട് വോൾട്ടേജ് ഇത് ഓൺ സ്റ്റേറ്റ് ആയിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായും, വി സെറ്റ് ആവും. ദാറ്റ് മീൻസ് വി ഹാവ് ടു സ്പെസിഫൈ എ മാക്സിമം ഐ എൽ, അതായത് കറണ്ട് ഐ എൽ മാക്സിമം ആവുന്ന കണ്ടീഷൻ വേണ്ടി വരും. ദാറ്റ് ഈസ് ഐ എൽ മാക്സിമം ഈസ് ഈക്വൽ ടു
വി എൽ ബൈ ആർ എൽ അല്ലേ, വി എൽ ബൈ ആർ എൽ ആണ് ഐ എൽ. ഐ എൽ മാക്സിമം എന്ന് പറഞ്ഞാൽ എന്തരും, വി എല്ലിൻ്റെ വാല്യൂ എത്ര വരിക, ജനറൽ വോൾട്ടേജ് വി സെറ്റ്. ആർ എല്ലിൻ്റെ മിനിമം വാല്യൂ എത്ര വരും, ആർ എൽ അല്ലേ, ആർ എൽ മിനിമം ആകുമ്പോൾ ഐ എൽ മാക്സിമം ആവണമല്ലോ. സോ മിനിമം വാല്യൂ ആർ എൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാക്സിമം വാല്യൂ ഓഫ് ഐ എൽ കിട്ടും. ഓക്കെ, നൗ we need to check out the other condition. Okay, so once the diode is in on state, അപ്പോൾ ഈ ആറിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഒന്ന് കണ്ടുപിടിക്കണം. ഡയോഡ് ഓൺ സ്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ വോൾട്ടേജ് അക്രോസ് ആർ. So the voltage across R is equal to VR is equal to VI minus VZ. ഇതിന് ഇനീഷ്യൽ കണ്ടീഷൻ തന്നെ എന്താ പറഞ്ഞാൽ, ഫിക്സഡ് വി ഐ വാരിയബിൾ ആണ് അല്ലേ. അപ്പോൾ വി ഐ ഫിക്സഡ് ആണ്, വി സെഡ് ഫിക്സഡ് ആണ്. അപ്പോൾ വി ആർ എന്തായി, ദാറ്റ് ആൾസോ ഫിക്സഡ്. ഓക്കെ, so VR fixed ആയി കഴിഞ്ഞാൽ we can write IR is equal to VR by R. Okay, IR into R ആണ് VR അല്ലേ. so IR is equal to VR by R. That means IZ is equal to IR minus IL. IZ is equal to IR മൈനസ് ഐ എൽ. ഓക്കെ, ഇത് വി ആർ ഫിക്സഡ് ആണ്, ആർ ഫിക്സഡ് ആണ്. അതിൻ്റെ അർത്ഥം എന്തായി, ഈ ഐ ആർ എന്നുള്ളതൊരു ഫിക്സഡ് വാല്യൂ ആണ്. അപ്പോൾ എന്തുണ്ടാവും, ഐ എല്ലിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഐ സെറ്റിൻ്റെ വാല്യൂ കുറയും. അതായത് ഐ എൽ മാക്സിമം ആയി കഴിഞ്ഞാൽ ഐ സെറ്റ് മിനിമം ആവും, അതുപോലെ ഐ എൽ മിനിമം ആയി കഴിഞ്ഞാൽ ഐ സെറ്റ് മാക്സിമം ആവും. പക്ഷേ ഈ ഐ സെറ്റ് മാക്സിമം എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ഡാറ്റ ഷീറ്റിൽ നിന്നാണ് കിട്ടാറ്. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ഫ്രം ദ ഡാറ്റ ഷീറ്റ്. അതിൻ്റെ അർത്ഥം എന്ത് കിട്ടി, ഐ എൽ മിനിമം ഈസ് ഈക്വൽ ടു ഐ ആർ മൈനസ് ഐ സെറ്റ് ആൻഡ് RL max is equal to VZ by IL min. So maximum value alle IL minimum the maximum value of RL will be happen when VZ by IL minimum. Okay, so RL maximum ആവുമ്പോഴാണ് IL minimum ആണ്. RL maximum IL minimum ശരിയാണല്ലോ. So RL max is equal to VZ by IL min. എത്ര ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി, നമുക്ക് മിക്കവാറും പല സർക്യൂട്ടുകൾ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, പക്ഷേ ഈ ഒരു കേസ് കൂടുതൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കിതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് ഡു എ പ്രോബ്ലം. സോ വാട്ട് യു ഹാവ് ഈസ്, ഓക്കെ, ആർ എൽ ഉണ്ടോ, ഇവിടെ ഒരു ആരോ ഇട്ടിരിക്കുന്നുണ്ടോ, ആർ എൽ ആണ്. ഇനി ഇങ്ങോട്ട് ഐ സെറ്റ്, ഇതിന് ആറിന് വാല്യൂ 1K, വി ഐ ഈസ് ഈക്വൽ ടു 50 വോൾട്ട്. നമുക്ക് വി സെറ്റിൻ്റെ വാല്യൂ 10 volt. I set maximum is equal to 32 milliampere. Okay, ഇങ്ങോട്ട് IL. ഈ പ്രോബ്ലത്തിൽ നമുക്ക് കാണാനുള്ളത്, we need to find out the range of RL and IL. എന്താണ് അവിടെ കണ്ടീഷൻ, ഇവിടെ ആർ അല്ല, ഇവിടെയുള്ള വോൾട്ടേജ് ഈസ് ഗിവൺ അറ്റ്
10 വോൾട്ട്. ആ 10 വോൾട്ടിലേക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ട വാല്യൂസ്, അത് ഇതിൻ്റെ IL-ൻ്റെയും RL-ൻ്റെയും റേഞ്ചാണ് നമുക്ക് കണ്ടത്. ആദ്യം തന്നെ നമുക്ക് വളരെ ഇക്വേഷൻസ് നോക്കി നോക്കാം. RL മിനിമം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഇക്വേഷൻസ് കണ്ടുകൂടെ അല്ലേ? RL min is equal to R into VZ by VI minus VZ അല്ലേ? VZ-ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, R-ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. നോക്കിക്കോ. സോ ലെറ്റ്സ് റൈറ്റ് ദ ഇക്വേഷൻ. RL min is equal to R into VZ divided by VI minus VZ. So 1K into VZ എത്ര? 10 വോൾട്ട് അല്ലേ? 10 വോൾട്ട് divided by VI 50 വോൾട്ട് minus 10 വോൾട്ട്. That is equal to, ചെയ്ത് നോക്കിയാണ്, 250 ഓം എന്ന് കിട്ടും. ഓക്കെ, 250 ഓം. RL മിനിമം കണ്ടുപിടിച്ചു. ഇനിയോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് VR. കാരണം എന്താണ് IR കാണാൻ പറ്റും. IR കണ്ടാലേ നമുക്ക് IL മിനിമം അതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് VR. VR ഈസ് ഈക്വൽ ടു VI മൈനസ് VZ അല്ലേ? ഈ ഡിനോമിനേറ്റർ തന്നെ അല്ലേ അത്? സോ ദിസ് ഈസ് ഈക്വൽ ടു 50 minus 10 equal to 40 volt. അപ്പോൾ VR കണ്ടുപിടിച്ചാൽ IR കണ്ടുപിടിക്കാം. IR is equal to VR by R. That is equal to 40 volt by 1K. This is equal to 40 milliampere. Okay. ഇനിയോ IL min കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു IR മൈനസ് IZM. IZM-ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 32, IR-ൻ്റെ വാല്യൂ 40. സോ 40 മൈനസ് 32 ഈക്വൽ ടു 8 milliampere. ഇനി IL മിനിമൻ്റെ വാല്യൂ കണ്ടുപിട്ട് കഴിഞ്ഞു. Then we can find out RL max is equal to VZ by IL min അല്ലേ? 10 volt by 8 milliampere. പെട്ടെന്ന് 1.25 kilo ohm ആണ്. ഓക്കെ, സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം അല്ലേ? ഒരു 2-3 ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഏതൊക്കെ ഇക്വേഷൻസ് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഈ ഇക്വേഷൻ ഇത് പഠിക്കുക. ഓക്കെ, പിന്നെ ഇതാ ദിസ് വൺ ആൻഡ് ഓഫ് കോഴ്സ് ഈ കുറച്ച് ഇക്വേഷൻസോട് പഠിച്ചു കഴിഞ്ഞാൽ ഒക്കെ വെറുതെ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്ന പ്രോബ്ലംസിൽ ഒന്നാണ് ഇത്. ഓക്കെ, സോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റി. സോ ഐ തിങ്ക് ദിസ് പാർട്ട് ഈസ് ക്ലിയർ ഫോർ യു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെക്ഷൻ കൂടി ഉണ്ട്, അതും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. സോ നെക്സ്റ്റ് സെക്ഷനാണ് മറ്റൊന്ന്. അതിൻ്റെ ഇപ്പം ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഫിക്സഡ് RL മറിച്ച് വാരിയബിൾ VI. ഫിക്സഡ് RL വാരിയബിൾ VI. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസ് എങ്ങനെയാണ് നോക്കാം. സോ ഇത് വളരെ ഈസിയാണ്. VI മസ്റ്റ് ബി sufficiently large to turn on Zener diode. ഓക്കെ, അത് സഫിഷ്യൻ്റ്ലി ലാർജ് ആയിരിക്കണം
എന്താ അത് പറയാൻ കാരണം? നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. VL equal to VZ equal to RL into VI by R plus R അല്ലേ? ഈ വോൾട്ടേജ് അറ്റ്ലീസ്റ്റ് VZ എങ്കിലും ആവണ്ടേ? സോ അറ്റ്ലീസ്റ്റ് എ മിനിമം ടേൺ ഓൺ വോൾട്ടേജ് VI ഷുഡ് ബി വേണം. ഈ VI മിനിമം ടേൺ ഓൺ വോൾട്ടേജ് ഉണ്ടെങ്കിലാണ് അറ്റ്ലീസ്റ്റ് VZ എങ്കിലും ആവും. സോ വി ഷുഡ് ഹാവ് VI min. അപ്പോൾ VI അറ്റ്ലീസ്റ്റ് VI min ആയിക്കഴിഞ്ഞാൽ ഇവിടെ VL ഈക്വൽ ടു VZ ആവും. അപ്പോൾ നേരെ എന്ത് ചെയ്യാം? VI മിന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ദാറ്റ് മീൻസ് VI min is equal to R plus RL into VZ divided by RL. Okay. Now, ഇത് മിനിമം വാല്യൂ. മാക്സിമം വാല്യൂ VI എങ്ങനെ വരുന്നത്? സോ ദ മാക്സിമം വാല്യൂ ഓഫ് VI that is limited by the current IZM. പക്ഷേ ഈ IZM-ൻ്റെ വാല്യൂ നമുക്കറിയാം അല്ലേ? IZM അത് ഡാറ്റ ഷീറ്റിൽ തന്നിട്ടുണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു IR minus IL. Okay, so IR max is equal to IZM plus IL. പക്ഷേ ഈ IL-ൻ്റെ വാല്യൂ എന്താണ്? ലോഡിൽ കറണ്ട് IL is equal to VZ by RL അല്ലേ? VZ ഫിക്സ്ഡ് ആണ്. നമ്മൾ ഈ കണ്ടീഷൻ തന്നെ ആദ്യമേ പറഞ്ഞു RL ഫിക്സ്ഡ് ആണ്. സോ IL ഈസ് ഫിക്സ്ഡ് അല്ലേ? അപ്പോൾ IZM നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂ അറിയാം. IR മാക്സ് എന്തായി? ഫിക്സഡ് വാല്യൂ ആയി കഴിഞ്ഞു. ദാറ്റ് മീൻസ് VI max is equal to VR max plus VZ. VR max എന്ന് പറഞ്ഞാൽ that is equal to IR max into R plus VZ. Okay, so this is pretty easy. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, സോ പ്രോബ്ലം ഇതാണ് വരുന്നത്. ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പഠിക്കട്ടെ. RL-ൻ്റെ വാല്യൂ 1.2K. ഇവിടെ ഒരു സെനർ ഡയോഡ് ഉണ്ട്. ഇതിൻ്റെ VZ 20 volt. IZM is equal to 60 milliampere. R is 220 ohm. IR, IZ, this is IL. VI. ഇവിടെ VI എന്നുള്ളത് ഒരു വാരിയബിൾ വോൾട്ടേജ് ആണ്. നമുക്ക് കാണേണ്ടത് വാല്യൂ ഓഫ് റേഞ്ച് ഓഫ് VI ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, ഓരോ വാല്യൂസ് ആയിട്ട് കണ്ടുപിടിക്കാം. ആദ്യം VI മെയിൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ അത് എഴുതാം, RL പ്ലസ് R ഇൻറ്റു VZ ഡിവൈഡഡ് ബൈ RL. So this is equal to 1.2K plus 220 ohm
ഇൻറ്റു വി സെറ്റ് എന്ന് പറഞ്ഞാൽ 20 വോൾട്ട് ഓൾ ഡിവൈഡഡ് ബൈ 1.2K. നേരെ ഇതൊന്നും സോൾവ് ചെയ്യാം. 1.2K പറഞ്ഞാൽ 1200 അല്ലേ? 1200 220 1420 ബൈ 1200K. ദാറ്റ് ഈസ് ഈക്വൽ സംതിങ് ലൈക്ക് ഇൻറ്റു 20 ഉണ്ടാവും. സംതിങ് ലൈക്ക് 23.67 വോൾട്ട് എന്ന് കിട്ടും. അതാണ് വി ഐ മീൻ. ഇനി ഐ എൽ കാണാം. ഐ എൽ ഈസ് ഈക്വൽ ടു വി എൽ ബൈ ആർ എൽ. വി എൽ എന്ന് പറഞ്ഞാൽ വി സെറ്റ് അല്ലേ? സോ വി സെറ്റ് ബൈ ആർ എൽ. വി സെറ്റ് എന്ന് പറഞ്ഞാൽ 20 വോൾട്ട് ഡിവൈഡ് ബൈ ആർ എൽ എന്ന് പറഞ്ഞാൽ 1.2K. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 16.67 മില്ലി ആംപിയർ. ഓക്കെ, ഇനി IR max is equal to IZM plus IL. IZM 60 മില്ലി ആംപിയർ എന്ന് നമുക്കവിടെ പ്രോബ്ലത്തിൽ നമ്മുടെ സർക്യൂട്ടിൽ തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ഉണ്ടോ? IZM equal 60 മില്ലി ആംപിയർ, 60 മില്ലി ആംപിയർ പ്ലസ് IL 16.67 മില്ലി ആംപിയർ. This is equal to 76.67 milli ampere, or VI max is equal to IR max into R plus V set അല്ലേ? നമ്മുടെ ഇക്വേഷൻ അതല്ലേ? VI max is equal to IR max into R plus V set. IR maxിൻ്റെ വാല്യൂ കിട്ടി. എത്രയാണ് കിട്ടിയത്? 76. equal to 76.67 milliampere into ഇത് എത്ര? 220 ohm plus V set 20. This is equal to 36.87 volt. അതായത് രണ്ട് വോൾട്ടേജിൻ്റെ ഇടയിലാണ് വാരി ചെയ്യേണ്ടത് അല്ലേ? ഒന്ന് 23.67ഉം മറ്റൊന്ന് 36.87. 23.67 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡയോഡ് ഓൺ ആവും. 36.87 വോൾട്ടിൻ്റെ മുകളിൽ കൂടിക്കഴിഞ്ഞാൽ ഡയോഡ് അവിടെ അതിന് മാക്സിമം ബേൺ ഔട്ട് ചെയ്യണം, ഡിസിപ്പേഷനിലേക്ക് പോകും, മാക്സിമം വാല്യൂവിലേക്ക് പോകും. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് വേണം നമ്മുടെ ഡയോഡിൻ്റെ ഈ ഡയോഡ് സർക്യൂട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിലേക്ക് യു മേ ഈവൻ ഡ്രോ എ പ്ലോട്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലോട്ടൊക്കെ ഞാൻ വരച്ച് കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വരയ്ക്കാം. സംതിങ് ലൈക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് വരിക. ഇവിടെ VL VI 20 വോൾട്ട്, ഇത് 23.67, ഇത് 36.87. ഈ റീജിയനിലാണ് നമ്മുടെ സർക്യൂട്ട്, ഈ പറയുന്ന സർക്യൂട്ട് നമുക്ക് തന്നിട്ടുള്ള സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഇത്രയാണ് പ്രധാനമായിട്ടും വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ അഥവാ ഇതിലെ സ്റ്റെബിലൈസേഷൻ യൂസിങ് സെനർ ഡയോഡ് എന്ന് പറയുന്നതിൽ വരുന്ന ഇത് പ്രാക്ടിക്കലി ചെയ്യാനുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അതായത് ലോഡ് റെഗുലേഷനും ലൈൻ റെഗുലേഷനും. അപ്പോൾ ഇതെല്ലാം എക്സ്പെരിമെൻ്റ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മനസ്സിലാവുക. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ തിയറി കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് മിസ്റ്റേക്ക് പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാവും. സോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ തൽക്കാലം. ഈ ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.